ഈ വീഡിയോയിൽ നമ്മൾ സിസ്റ്റം അനാലിസിസ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 5ലെ കുറച്ച് ടോപ്പിക്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 5 മെയിനായിട്ടും സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ ആദ്യം നമുക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്താണെന്നുള്ളത് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാണ്, ഒരൊറ്റ ഉദ്ദേശം അതിന് ഉണ്ടാവത്തുള്ളൂ, അതായത് നമുക്ക് എറേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എറേഴ്സ് കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ കോൺസെപ്റ്റ് പറയുമ്പോൾ നമുക്കതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കൺസേൺസ് വരുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിന് ഈ പ്രോഗ്രാംസ് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് നിങ്ങൾക്കറിയാവുന്നതുപോലെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അതായത് നമ്മൾ ഡെവലപ്മെൻറ്റിന് എടുക്കുന്ന സമയത്തിൻ്റെ അതേ എമൗണ്ട് സമയമോ അല്ലെങ്കിൽ അതിൻ്റെ പകുതി സമയമെങ്കിലും എപ്പോഴും സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിന് നമ്മൾ സ്പെൻഡ് ചെയ്യണം. അതുപോലെ മാൻ പവറും അതനുസരിച്ചിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എക്സ്പെൻസീവ് ആണെന്ന് പറയണതിൻ്റെ കാര്യം. ഇനി എന്തുകൊണ്ട് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സോഫ്റ്റ്വെയർസ് പല ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് പല ആവശ്യങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഏവിയേഷൻ ഫീൽഡിൽ നമ്മൾ സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ സോഫ്റ്റ്വെയർസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ ഇതിലൊക്കെ മെയിനായിട്ടും ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ ഒരുപാട് ഇൻട്രാക്റ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്തൊരു മൈനറായിട്ടുള്ള ഒരു എറർ സംഭവിച്ചാൽ അത് നമ്മളുടെ സേഫ്റ്റീനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം എയർക്രാഫ്റ്റിൽ നാവിഗേഷൻ സിസ്റ്റംസ് ഫെയിലിയർ ആയാൽ ആ പ്ലെയിൻ ചിലപ്പോൾ ക്രാഷ് ആവും, ഇല്ലേ? സോ അങ്ങനെ നമ്മളെന്തെങ്കിലും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ സേഫ്റ്റി കൺസേൺഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ അവിടെ ടെസ്റ്റിങ് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല. സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിളിൽ എപ്പോഴും നമ്മൾ എറേഴ്സ് എത്ര നേരത്തെ കണ്ടുപിടിക്കുന്നോ അത്രയും ബെറ്റർ ആയിരിക്കും. ഒരുപാട് വൈകിയാണ് നമ്മൾ ഒരു എററോ കാര്യങ്ങളോ കണ്ടുപിടിക്കണമെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, നമ്മൾ ഒരു 2018 മുന്നേ ആയിട്ട് ബോയിങ്ങിൻ്റെ കുറച്ച് ഫ്ലൈറ്റ്സ് ആക്സിഡൻ്റ് ആവുമായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവരുടെ സോഫ്റ്റ്വെയറിനകത്ത് ഒരു ബഗ് ഉണ്ടായിരുന്നു. അങ്ങനെ 2-3 ഫ്ലൈറ്റ്സ് ക്രാഷ് ആയതിന് ശേഷമാണ് അവരത് ഫിക്സ് ചെയ്തത്. അപ്പോൾ അവിടെ ഹ്യൂമൻ സേഫ്റ്റി ഇൻവോൾവ് ആയിട്ടുണ്ട്, ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ടെസ്റ്റിംഗ് ഒരുപാട് റിലവൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെന്നുള്ളത് നമ്മൾ പറയുന്നത്. അടുത്തതായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഈ ടെസ്റ്റിംഗ് നടത്തേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ്. ഇത് ബേസിക്കലി ഡെവലപ്പേഴ്സിന് തന്നെ ടെസ്റ്റ് ചെയ്യാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയാൽ, ഈവൻ സോഫ്റ്റ്വെയർ ആവണമെന്നില്ല, നമ്മളിപ്പോൾ ഒരു ചായ ഉണ്ടാക്കിയിട്ട് നമ്മളത് ആർക്കെങ്കിലും കൊടുത്തിട്ട് ഇതെന്ത് വൃത്തിയായിട്ട ചായയാണെന്ന് തിരിച്ച് പറഞ്ഞാൽ നമുക്കതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം നമ്മളത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഒരു സാധനം ഉണ്ടാക്കി കൊടുത്തിട്ട് അത് നമ്മൾ ചീത്തയാണെന്ന് ഒരാൾ പറയുമ്പോൾ നമുക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ നമ്മളോട് തന്നെ ആ ചായക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കുടിച്ച് നോക്കിയിട്ട് കുഴപ്പമില്ല, ഇതിൽ ഇച്ചിരി മധുരം ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇച്ചിരിയും കൂടെ കടുപ്പം കൂട്ടിയാൽ മതി, കുറച്ചാൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴിയല്ലേ ചെയ്യാറ്. അപ്പോൾ സിമിലറായിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലും ഇതേ ഇഷ്യൂ ഉണ്ട്. അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഡെവലപ്പറിന് സ്വന്തം സൃഷ്ടിയിലുള്ള എറേഴ്സ് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറ്റം കണ്ടുപിടിച്ചാലും നമ്മൾ അതനുസരിച്ചിട്ട് പിന്നെയും പണിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് അപ്പോൾ നമ്മളെന്തെങ്കിലും കണ്ടുപിടിച്ചാലും നമ്മളത് റിപ്പോർട്ട് ചെയ്യണമെന്നില്ല. അതാണ് ഒരു ഇഷ്യൂ ഉള്ളത്. അതുകൊണ്ട് ഒട്ടുമിക്ക ഓർഗനൈസേഷൻസിലും ഡെവലപ്മെൻറ്റ് ടീമും അതുപോലെ ടെസ്റ്റിങ്ങിന് വേറൊരു ടീമായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മളുടെ സോഫ്റ്റ്വെയർസിനകത്ത് വേറെ പ്രകടമായ ബഗ്ഗോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളത് കുറച്ചുകൂടി എൻഷുർ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇത് ബേസിക്കലി തിയററ്റിക്കലി സ്പീക്കിംഗ് നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്ന പോസിബിളായിട്ടുള്ള എല്ലാ വാലിഡ് ആയിട്ടുള്ളതും അതുപോലെ ഇൻവാലിഡ് ആയിട്ടുള്ള ഇൻപുട്സും നമ്മൾ ടെസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു റിയൽ വേൾഡ് സോഫ്റ്റ്വെയറിനകത്ത് ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങളോട് ഞാൻ പറയാണ് 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള ആൾക്കാരുടെ അവർക്ക് മാത്രം ആക്സസ് ചെയ്യാവുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറയാണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 18 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയുള്ളത് മാനുവലി എൻ്റർ ചെയ്ത് നിങ്ങൾക്ക്
അത് എൻഷുർ ചെയ്യാൻ പറ്റും, വർക്കിംഗ് ആണോ അല്ലയോ, എന്തെങ്കിലും വിഷയമുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഈവൻ തോ അതുപോലും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. കാരണം 18, 19 എന്നൊക്കെ പറഞ്ഞ് ഏതേരം നമ്മൾ ഇൻപുട്ട് ചെയ്യണമല്ലോ, അതൊരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ നമുക്ക് എല്ലാ വാലിഡ് ആയിട്ടുള്ളതും ഇൻവാലിഡ് ആയിട്ടുള്ള ഇൻപുട്ട്സും ഇൻപുട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിളിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഓൺലൈനിൽ ഒരുപാട് വെബ്സൈറ്റിനകത്ത് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ യൂസർ നെയിം, പാസ്വേഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻപുട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ ഡിസൈഡ് ചെയ്തേക്കാണ്. ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മൾ പാസ്വേഡ് ഇൻപുട്ട് ചെയ്യണതിന് കുറച്ച് റൂള് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് പാസ്വേഡിന് 12 ക്യാരക്ടേഴ്സ് വരെ ലെങ്ത് ഉണ്ടാവും. പിന്നെ പാസ്വേഡ്സിൽ ലോവർ കേസ് ലെറ്റേഴ്സ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇങ്ങനെ 2 റൂൾസ് ഞാൻ വെച്ചേക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ പോലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ വാലിഡ് ആയിട്ടുള്ള വാല്യൂസ് ഇൻപുട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലെറ്റർ എഴുതണ ആ ഒരു ഫസ്റ്റ് ലെറ്റർ ഇൻപുട്ട് ചെയ്യില്ലേ, അവിടെ പോലും ശരിക്കും പറഞ്ഞാൽ 26 ടൈപ്പ് ലെറ്റേഴ്സ് ഉണ്ട്. ഇതിലെന്ത് വേണമെങ്കിലും വരാം. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ 12 പൊസിഷനിൽ എത്ര കോമ്പിനേഷനിലുള്ള ലെറ്റേഴ്സിൽ എത്ര നെയിംസ് അല്ലെങ്കിൽ എത്ര പാസ്വേഡ്സ് ഉണ്ടാവും? ഒരുപാടുണ്ടാവും. അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 26^12 എന്ന് പറയുന്ന അത്രയും കോമ്പിനേഷനിൽ പാസ്വേഡ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കത്തില്ല. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് വാലിഡ് ആയിട്ടുള്ള ഇൻപുട്ടിനെ പറ്റിയിട്ടായിരുന്നു. ഇനി ഇൻവാലിഡ് ആയിട്ടുള്ള കുറച്ച് സിനാരിയോസും കൂടെ നോക്കുവാണെങ്കിൽ നമ്മൾ ഒരുപാട് ടെസ്റ്റിങ് നടത്തേണ്ടി വരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ പാസ്വേഡിനകത്ത് ആരെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? അത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ യൂസ് കേസിൽ ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു ഇൻപുട്ടാണ്. പിന്നെ അതേപോലെ ആരെങ്കിലും പാസ്വേഡ് ഫില്ല് ചെയ്യാതെ പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതൊക്കെ ടെസ്റ്റ് ചെയ്യണം. സോ വാലിഡ് ആയിട്ടുള്ളതും ഇൻവാലിഡ് ആയിട്ടുള്ള എല്ലാ മെത്തേഡ്സും നമ്മൾ ഇൻപുട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ നമ്മൾ എങ്ങും എത്തത്തില്ല. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുവാണ്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫോക്കസ് പോയിൻറ്റ്സ് ഉണ്ട്. അതായത് കുറച്ച് വാലിഡ് ആയിട്ടുള്ള ഇൻപുട്സ് ടെസ്റ്റ് ചെയ്യണം, എന്നാൽ എല്ലാം ടെസ്റ്റ് ചെയ്യരുത്. പകരം ഒരു ബൗണ്ടറി വാല്യൂ അല്ലെങ്കിൽ ടിപ്പിക്കലി യൂസ് ചെയ്യുന്ന കുറച്ച് വാല്യൂസ് വെച്ചിട്ട് വേണം ടെസ്റ്റ് ചെയ്യാൻ. ഇതിൽ ബൗണ്ടറി വാല്യൂ എന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ ഉള്ള ആൾക്കാർക്ക് ആക്സസ് ചെയ്യാവുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ബൗണ്ടറി വാല്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും 18ഉം 40ഉം ആണ്. അപ്പോൾ ലൈക്ക് നമ്മളൊരു റൂൾ ഓഫ് തമ്പ് പറയാണ്. അതായത് ഇങ്ങനെയുള്ള ബൗണ്ടറി വാല്യൂസ്, അതായത് 18, 40 ആ ഒരു അറ്റത്ത് വരുന്ന ബൗണ്ടറി വാല്യൂസ് എൻ്റർ ചെയ്യണ സമയത്തായിരിക്കും സോഫ്റ്റ്വെയർസ് കൂടുതലായിട്ടും ഫെയിൽ ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. സോ നമുക്ക് നടുക്ക് നിൽക്കുന്ന വാല്യൂസ് എപ്പോഴും ഇൻപുട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നില്ല. പകരം സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ്ങിലായിട്ടുള്ള വാല്യൂസ് ടെസ്റ്റ് ചെയ്താൽ മതി. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻവാലിഡ് ഇൻപുട്ടിൻ്റെ ടെസ്റ്റിംഗ് നടത്തുമ്പോഴാണ്. അവിടെയും നമ്മൾ എല്ലാ കോമ്പിനേഷൻസും ട്രൈ ചെയ്യേണ്ട. പകരം നമുക്ക് സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുക. പിന്നെ സ്ട്രിങ് കൊടുക്കണോടത്ത് ഇൻറ്റീജർ കൊടുത്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുക. 12 ലെങ്ത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ 12 കൂടുതൽ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ ഓരോ യൂസ് കേസ് അനുസരിച്ചിട്ട് നമുക്ക് ഇൻവാലിഡ് ഇൻപുട്ട്സ് അതനുസരിച്ചിട്ട് ടെസ്റ്റ് ചെയ്താൽ മതി. അല്ലാതെ ഒരുപാട് ഇൻപുട്ട് വാല്യൂസ് ഇൻപുട്ട് ചെയ്ത് നമ്മൾ വാലിഡും ഇൻവാലിഡ് ആയിട്ടുള്ള ടെസ്റ്റിങ്ങും കാര്യങ്ങളും നടത്തണം എന്നില്ല. പിന്നെ ഓരോ യൂസ് കേസിനും ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ എഡ്ജ് കേസ് ഉണ്ടാവും. അതായത് ലെങ്ത്ത് ഓവർലാപ്പ് ചെയ്ത് പോവുകയാണെങ്കിലോ അങ്ങനെ എന്തേലും രീതിക്ക് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എക്സ്പെക്റ്റ് ചെയ്യാത്ത വാല്യൂസ് വരുന്ന സിനാരിയോസ് അതും നമ്മൾ സ്പെഷ്യലായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ 3 രീതിക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഇൻപുട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ബഗ്ഗും ക്യാപ്ചർ ചെയ്യാൻ പറ്റും.
അടുത്തതായിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിലുള്ള കുറച്ച് ടെർമിനോളജീസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ടെർമിനോളജീസ് ഇച്ചിരി കൺഫ്യൂസിങ് ആണ് ചിലവർക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ, ബേസിക്കലി ഇതിൻ്റെ അകത്ത് ഉള്ളൊരു 3-4 ടെർമിനോളജീസ് അത് ഓൾമോസ്റ്റ് സിമിലറാണ്. അതായത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് വന്നിട്ട് പ്രേമം, പ്രണയം, സ്നേഹം അങ്ങനെ 3 വാക്കുകൾ പറഞ്ഞിട്ട് ഇതിൻ്റെ അർത്ഥം പറഞ്ഞുതരാൻ പറഞ്ഞാൽ ഇച്ചിരി കുഴയണ കേസാണ്. കാരണം എന്താ വെച്ചാൽ 3 ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു അർത്ഥത്തിലേക്ക് വരാൻ ചാൻസ് ഉള്ള വാക്കുകളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എറർ, മിസ്റ്റേക്ക്, ഫെയിലിയർ, ഡിഫെക്റ്റ് അങ്ങനെ കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്. അതും ഇതേപോലെ ഇച്ചിരി കുഴയ്ക്കണ കേസുകളാണ്. ആദ്യം വരുന്ന ടെർമിനോളജി എന്ന് പറഞ്ഞാൽ എറർ അഥവാ മിസ്റ്റേക്ക് എന്നുള്ളതാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യർ തെറ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ഒരു തെറ്റിനെ പറയുന്നതാണ് എറർ അഥവാ മിസ്റ്റേക്ക് എന്നുള്ളത്. സോ അങ്ങനെ ഒരു തെറ്റ് ചെയ്യണ നേരത്ത് നമ്മൾ വിചാരിക്കാത്തൊരു കാര്യമായിരിക്കും അതിന് റിസൾട്ടായിട്ട് ഒരു ആഫ്റ്റർ എഫക്റ്റ് പോലെ സംഭവിക്കുക. അതാണ് എറർ അല്ലെങ്കിൽ മിസ്റ്റേക്കും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എറർ മെയിനായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് സിനാരിയോസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ, നമ്മളിപ്പോൾ കോഡ് ടൈപ്പ് ചെയ്യുമ്പോൾ സിൻടാക്സിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് വരാറുണ്ട്, അതൊരു എററാണ്. പിന്നെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ അതൊരു എററാണ്. പിന്നെ നമ്മൾ കോഡ് ചെയ്യണ നേരത്ത് ലോജിക്ക് കറക്റ്റായിട്ടല്ല ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അതും ഒരു എററാണ്. അപ്പം ഇങ്ങനെയുള്ള സിനാരിയോസിലാണ് എറർ അല്ലെങ്കിൽ മിസ്റ്റേക്ക് എന്ന് പറയുന്ന ടെർമിനോളജിയുടെ ആ ഒരു യൂസേജ് വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് ബഗ് എന്ന് പറയുന്ന ടെർമിനോളജിയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ കോഡിനകത്തുള്ള എററിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെർമിനോളജിയാണ്. അതായത് കോഡിനകത്ത് സിൻടാക്സ് എറർ ആയിരിക്കത്തില്ല, പകരം ലോജിക്കലായിട്ടുള്ള മിസ്റ്റേക്കാണ് ബഗ് എന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രോഗ്രാം എക്സിക്യൂട്ട് ആവും, പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല റണ്ണാവുക. നിങ്ങളിപ്പോൾ ഫസ്റ്റ് സെമ്മിലൊക്കെ C പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ ചില സമയത്ത് നമ്മളുടെ പ്രോഗ്രാം ഇങ്ങനെ ലൂപ്പ് പോലെ 0-1 എന്നൊക്കെ പറഞ്ഞ് തോന്നിയ നമ്പേഴ്സൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പ്രിൻ്റ് ചെയ്തൊക്കെ കാണിക്കില്ലേ, അതിനെ പറയുന്നതാണ് ബഗ്. അടുത്തതായിട്ട് വരുന്നത് ഫാൾട്ട് അല്ലെങ്കിൽ ഡിഫെക്റ്റ് എന്ന് പറയുന്ന ടെർമിനോളജിയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ കോഡിലോ അല്ലെങ്കിൽ ഡിസൈൻ ഡോക്യുമെൻറ്റ്സിലോ ഫ്ലോ ചാർട്ടിലോ അല്ലെങ്കിൽ ER ഡയഗ്രത്തിലോ അങ്ങനെ എവിടെയെങ്കിലും ഒരു എററോ കാര്യങ്ങളോ വരുവാണെങ്കിൽ അതിനെ പറയുന്നതാണ് ഫാൾട്ട് അഥവാ ഡിഫെക്റ്റ്. അടുത്തതായിട്ട് വരുന്ന ടെർമിനോളജി എന്ന് പറഞ്ഞാൽ ഫെയിലിയർ ആണ്. അപ്പോൾ ഫെയിലിയറും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. നമ്മളുടെ പ്രോഗ്രാം ഇപ്പം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണ സമയത്ത് പെട്ടെന്ന് ക്രാഷ് ആവുകയാണെങ്കിൽ അതൊരു ഫെയിലിയറായിട്ട് കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ഔട്ട്പുട്ടാണ് തരുന്നതെങ്കിൽ അന്നേരവും അതിനെ ഫെയിലിയറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിന് ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ 0 കൊണ്ട് ഡിവിഷൻ ചെയ്യുവാണെങ്കിൽ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണ വഴി തന്നെ എന്ത് പറ്റും, ടെർമിനേറ്റ് ആയി പോവും. അപ്പോൾ അതൊരു ഫെയിലിയറാണ്. അടുത്തതായിട്ട് വരുന്ന ടെർമിനോളജി എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് കേസ് എന്നുള്ള ടെർമിനോളജിയാണ്. രണ്ടും ഒരേ കാര്യം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ടെസ്റ്റിനകത്ത് നമ്മൾ ഒരു ഇൻപുട്ട് ഡിസ്ക്രിപ്ഷനും അതുപോലെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടിൻ്റെ ഡിസ്ക്രിപ്ഷനും ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ടെസ്റ്റ് കേസും നമുക്ക് യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ എപ്പോഴും പ്രസൻ്റ് ആയിട്ട് ഉണ്ടാവും. ഇനി ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ കുറച്ച് കണ്ടീഷൻസ് മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് പ്രോഗ്രാമിൻ്റെ അകത്തേക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഇൻപുട്ട് കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് പ്രോഗ്രാം തരുന്ന ഔട്ട്പുട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്പുട്ടായിട്ട് മാച്ച് ചെയ്ത് നോക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൽ നമ്മളുടെ പ്രോഗ്രാം തരുന്ന ഔട്ട്പുട്ട് കറക്റ്റാണ് എങ്കിൽ, അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ടും പ്രോഗ്രാം തരുന്ന റിസൾട്ടും ഓക്കെ ആണെങ്കിൽ ഓൾ ഗുഡ്, നമുക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. എന്നാൽ പ്രോഗ്രാം തരുന്ന ഔട്ട്പുട്ട് തെറ്റാണെങ്കിൽ അതൊരു ഫെയിലിയറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ടെസ്റ്റ് കേസിൻ്റെ ഒക്കെ ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ കോളേജിലൊക്കെ എക്സാം എഴുതുമല്ലോ, അത് ഒരു ടെസ്റ്റ് കേസിൻ്റെ എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മൾ കുറേ സെറ്റ് ഓഫ് ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമ്മളെ ട്രെയിൻ ചെയ്തു, നമ്മൾ പഠിച്ച ഇൻഫർമേഷൻസ് വെച്ചിട്ട് അവർ ഒരു എക്സാം നടത്തുന്നു. ആ എക്സാം നടത്തി അതിൻ്റെ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യണ നേരത്ത് അവർക്കൊരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആൻസർ ഉണ്ടാവും,
നമ്മൾ എഴുതിയ ആൻസറും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സും കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് മാർക്ക് തരുന്നത്. അപ്പോൾ അതേപോലെ സിമിലർ ആയിട്ടും സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് അവർ ഈ ഒരു ഇവാലുവേഷൻ നടത്തുന്നുണ്ട്. ടെസ്റ്റ് കേസിനെ പറ്റിയിട്ട് പിന്നെ ഒരു കാര്യം പറയുവാണെങ്കിൽ, ഒരു ടെസ്റ്റ് കേസ് ഡിസൈനറിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഒരു നല്ല ടെസ്റ്റ് കേസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഒരു നല്ല ടെസ്റ്റ് കേസിൽ എപ്പോഴും ഒരു എറർ സ്പോട്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഒരുപാട് ഹയർ ആയിരിക്കും. അടുത്തതായിട്ട് വരുന്ന ടെർമിനോളജി എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് സ്യൂട്ട് എന്ന് പറയുന്ന ടെർമിനോളജിയാണ്. ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരുപാട് ടെസ്റ്റ് കേസസുകളെ കൂട്ടിച്ചേർത്താണ് ഒരു ടെസ്റ്റ് സ്യൂട്ട് ഉണ്ടാവുന്നത്. ഇതിനകത്ത് ഒരുപാട് കോമ്പിനേഷനിലുള്ള ടെസ്റ്റ് കേസസ് നമുക്ക് ജനറേറ്റ് ചെയ്ത് എടുക്കാനും പറ്റും. ലൈക്ക് നമുക്കിപ്പോൾ ഓട്ടോമേഷൻസ് വെച്ചിട്ട് വേണമെങ്കിൽ ടെസ്റ്റ് സ്യൂട്ട് യുണീക്കായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതല്ല, മാനുവലി നമുക്ക് ടെസ്റ്റ് കേസസുകൾ കമ്പൈൻ ചെയ്ത് നമുക്കൊരു ടെസ്റ്റ് സ്യൂട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ടെസ്റ്റ് സ്യൂട്ടിനകത്ത് ഇൻവാലിഡും അതുപോലെ വാലിഡ് ആയിട്ടുള്ള ഇൻപുട്ട് വെച്ചിട്ടുള്ള ടെസ്റ്റ് കേസസ് പ്രസൻ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, 2 മാർക്കിന് വല്ലതും കയറി വരാൻ ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത് രണ്ടും ക്വാളിറ്റി അഷുറൻസിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. വെരിഫിക്കേഷനും വാലിഡേഷനും പറയുന്ന ഈ 2 പ്രോസസ്സുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് ടെസ്റ്റിങ് കംപ്ലീറ്റ് ആവണേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ വെരിഫിക്കേഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം, എന്നിട്ട് വാലിഡേഷനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ലൈഫ് സൈക്കിളിനെ പറ്റിയിട്ടൊക്കെ മൊഡ്യൂൾ 2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു സോഫ്റ്റ്വെയറിൻ്റെ റിക്വയർമെൻറ്റ് കാര്യങ്ങളൊക്കെ എടുക്കും, അതിനെ നമ്മൾ SRS ഡോക്യുമെൻ്റ് ആക്കും. അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിലേക്ക് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഫേസിലേക്ക് വരുന്നത്. അപ്പോൾ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഫേസിലും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു റിക്വയർമെൻറ്റ് ഗ്യാദർ ചെയ്തു, അതിനൊരു വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. നിങ്ങളൊരു SRS ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്തു, അതിനും ഒരു വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. ഈവൻ നിങ്ങളുടെ ഈ ഒരു സോഫ്റ്റ്വെയർ അത് ഡെവലപ്മെൻറ്റിൽ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഓരോ കമ്പോണൻസിലും വെരിഫിക്കേഷൻസ് നടക്കുന്നുണ്ട്. ഉണ്ടാക്കുന്ന സിസ്റ്റത്തിലും വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ വെരിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യണമെന്ന് ചോദിക്കുവാണെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിന് വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും വെരിഫിക്കേഷൻ പെർഫോം ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ശരിയായ രീതിക്കാണോ ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടുന്നത് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് പെർഫോം ചെയ്യുമ്പോഴാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച സമയത്ത് നമ്മളുടെ ആ റിക്വയർമെൻറ്റ്സുമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചണ സാധനം മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളതാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് മെയിനായിട്ടും ചെക്ക് ചെയ്യണത്. അടുത്തതായിട്ട് നമുക്ക് വാലിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു പ്രോസസ്സ് നമ്മളുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിന് ഇടയിലായിട്ടും അതുപോലെ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആവുന്ന ആ ഒരു നിമിഷം എക്സിക്യൂട്ട് ആവും. അതായത് ഇപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ആപ്ലിക്കേഷൻ്റെ ഓരോ ഫീച്ചേഴ്സൊക്കെ ആയിട്ടായിരിക്കും ഇനിഷ്യലി ക്രിയേറ്റ് ചെയ്ത് പോണത്. അപ്പോൾ ഓരോ ഫീച്ചറും ആ സ്പെസിഫൈ ചെയ്ത റിക്വയർമെൻറ്റുമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് തീർന്നതിന് ശേഷം കിട്ടുന്ന ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ്, അതും നമ്മളുടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള റിക്വയർമെൻറ്റുമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും വാലിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് എൻഷുർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു ക്വസ്റ്റ്യൻ്റെ ആൻസറിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. അതായത് നമ്മൾ ഉണ്ടാക്കിയ സാധനം തന്നെയാണോ കസ്റ്റമറിന് വേണ്ടത്, കസ്റ്റമറിന് വേണ്ട സാധനം തന്നെയല്ലേ നമ്മൾ ഉണ്ടാക്കിയെന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി വാലിഡേഷൻ പെർഫോം ചെയ്യുന്നത്. വാലിഡേഷൻ്റെ കേസിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പ്രോഗ്രാം അത് നമ്മൾ ആക്ച്വലി എക്സിക്യൂഷനും കൂടെ നടത്തിയിട്ടാണ് നമ്മളിത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടുള്ള പ്രോഗ്രാമാണ് നമ്മൾ ഉണ്ടാക്കിയെന്നുള്ളത് വെരിഫൈ ചെയ്യേണ്ടത് അങ്ങനെയാണ്. എന്നാൽ വെരിഫിക്കേഷൻ്റെ പ്രോസസ്സിൽ നമ്മൾ ആക്ച്വലി പ്രോഗ്രാം ഒന്നും എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു വ്യത്യാസം വാലിഡേഷൻ്റെ കേസിൽ വരുന്നുണ്ട്.